സൗദിയിൽ നിയമലംഘനത്തിന് പിഴ ഈടാക്കുന്ന രീതിയിൽ തൊഴിൽ മന്ത്രാലയം മാറ്റം വരുത്തി. സ്ഥാപനങ്ങളുടെ വലുപ്പവും നിയമലംഘനത്തിന്റെ സ്വഭാവവും അനുസരിച്ചാകും ഇനി പിഴ ഈടാക്കുക. പിഴയ്ക്കെതിരെ അപ്പീൽ പോകാനും ഇളവ് ചെയ്ത് ലഭിക്കാനും കൂടുതൽ ചട്ടങ്ങളും നിയമത്തിൽ ചേർത്തു. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളുടെ നിരന്തര അഭ്യർത്ഥന കണക്കിലെടുത്താണ് തീരുമാനം. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് വിവിധ നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കാറുണ്ട്. സ്വദേശിവൽക്കരണം പാലിക്കാത്തതാണ് ഇതിൽ പ്രധാനം. ഇത്തരം നിയമലംഘനങ്ങളിൽ ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾക്ക് ഒരേ പിഴയാണ് ഈടാക്കിയിരുന്നത്. ഇനി സ്ഥാപനത്തിന്റെ വലിപ്പത്തിനും നിയമലംഘനത്തിന്റെ തോതനുസരിച്ചും മാത്രം പിഴ ഈടാക്കാനാണ് തീരുമാനം. നിയമലംഘനത്തിന് പിഴ ഈടാക്കാൻ സ്ഥാപനങ്ങളെ 3 വിഭാഗങ്ങളായി തരംതിരിക്കും. ഇതിൽ ആദ്യത്തേത് എ വിഭാഗമാണ്. 51 അതിൽ കൂടുതലും ജീവനക്കാരുള്ളതാണ് എ വിഭാഗം. 11 മുതൽ 50 വരെ ജീവനക്കാരുള്ള സ്ഥാപനമാണ് ബി വിഭാഗത്തിൽ ഉൾപ്പെടുക. 10-ൽ കുറവ് ജീവനക്കാരുള്ള സ്ഥാപനം സി വിഭാഗത്തിലും ഉൾപ്പെടും. സി വിഭാഗത്തിൽ ചെറിയ പിഴയെ ഈടാക്കാവൂ. എന്നാൽ നിയമലംഘനം കടുത്തതാണെങ്കിൽ പിഴയിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ല. പിഴയ്ക്കെതിരെ 60 ദിവസത്തിനകം അപ്പീൽ പോകാം. നിയമലംഘനം തെളിഞ്ഞാലും പിഴ കുറയ്ക്കാൻ വഴിയുണ്ട്. സ്വദേശിവൽക്കരണ നിയമലംഘനത്തിന് പിഴ നൽകേണ്ട സ്ഥാപനം സൗദി സ്വദേശിയെ ജോലിക്ക് വച്ചാൽ പിഴയിൽ 80% ഇളവ് നൽകും. പുതിയ സ്ഥാപനങ്ങൾ സ്വദേശിവൽക്കരണം പാലിക്കാതിരുന്നാൽ ആദ്യ വർഷം പിഴ ഈടാക്കാൻ പാടില്ല. മീഡിയ 1, റിയാദ്.